Good morning, everyone. Good morning, ma'am. Good morning, ma'am. Ma'am. Good morning, ma'am. Fine. Okay, start ചെയ്യാം നമുക്ക്. മാം എനിക്ക് Yes, ma'am. സൗണ്ട് കിട്ടുന്നില്ല മാം. നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാലോ. പക്ഷെ എന്റെ എന്തോ കുഴപ്പമുണ്ടെന്നാണ്, എന്റെ മൈക്കിന് എന്തോ പറ്റിയെന്നാണ്. ഞാനാണ് പ്രെയർ പറയേണ്ടതേ മാം. ഇങ്ങോട്ടും കേൾക്കാം, കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. പറയൂ, കേൾക്കാം. Heavenly Father, as I start this day, I ask for your wisdom to guide my steps. Bring clarity to my mind and help me make the right decisions. Bless my efforts with success and let your favor shine upon me. I trust in your plan and ask for your strength as I pursue my goals. In Jesus' name, Amen. Thank you. Good morning, ma'am. Good morning, all. I am here for signing for today's class. I would like to welcome Ashadi ma'am for conducting today's class, and also I welcome my friends for your active participation, for enjoying the class, and also I again welcome all. Thank you. Good morning. Okay. Today's thought of the day is every day is new beginning. Take a deep breath and start again. Thank you and have a nice day. Okay. So, എന്താ പറയാ, ഞാൻ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വീണ്ടും കയറേണ്ടി വന്നു. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. ഇടക്കിടക്ക് ഞാനിങ്ങനെ വിടും. ഓക്കെ, കുഴപ്പമില്ല മാം, കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ശരി. അപ്പോ പ്രിപ്പോസിഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയല്ലോ. മാം, ഞങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. കോൺഫിഡൻസിനെ പറ്റി പറയാൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. പ്രിപ്പയർഡ് ആണോ? Yes, ma'am. Yes, ma'am. വെരി ഗുഡ്. അപ്പോ പ്രിപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നോ? ഇല്ല, തന്നിട്ടുണ്ടോ മാം? എന്നിട്ടില്ല അല്ലേ? എനിക്ക് തോന്നി. പ്രിപ്പോസിഷൻ കംപ്ലീറ്റ് ആയില്ലേ? Complete. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? Clear ആണ് ma'am. Clear, ma'am. ക്ലിയർ ആണ്. അപ്പൊ മോക്ക് ടെസ്റ്റ് നാളെ അപ്ലോഡ് ചെയ്യാലോ? Yes, ma'am. ഓക്കെ. അപ്പോ പ്രിപ്പയർഡ് ആയവർ ആരൊക്കെയാണെന്ന് പറഞ്ഞു ടെക്സ്റ്റ് ചെയ്ത് നിങ്ങളുടെ പേര്, കോൺഫറൻസിനെ കുറിച്ച് പ്രസന്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആയവര്. മാം ഞാനൊരു കാര്യം പറയട്ടെ. മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഗ്രൂപ്പ് ഡിസ്കഷനും ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾ കുറച്ച് പേര് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാമെന്ന്. അപ്പൊ ഞങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം കുറച്ച് പേര് ഇങ്ങനെ തന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏകദേശം കോർഡിനേറ്റ് ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും? പിന്നെ ഒരു സംശയം, ഗ്രൂപ്പ് ഡിസ്കഷനുള്ള എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്, അതാണ്. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, നമുക്ക് സ്പീഡിലൊന്നും പോകണ്ട. അത്യാവശ്യം നമ്മൾ പോർഷൻസ് ഏകദേശം കവർ ആയിട്ടുണ്ട്. മാം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാം ഒന്ന് പറഞ്ഞു തരണേ. ഓക്കെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട, ടെൻഷൻ അടിക്കണ്ട. മിസ്റ്റേക്സ് എന്തായാലും വരും, പറയുന്നതാണെങ്കിലും മിസ്റ്റേക്സ് വരും. അത് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതിലൂടെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ശ്രുതി എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, സൗണ്ട് കുറവാണ് മാം, സൗണ്ട് കുറവാണ്, ഞങ്ങൾക്ക് ക്ലിയർ ആവണില്ല. ലവലി ചേച്ചി പറഞ്ഞില്ലേ അതുപോലെ തന്നെ എനിക്ക് സൗണ്ട് കുറവാണ്, കേൾക്കുന്നില്ല ശരിക്കും. അവിടെ കാണുന്ന സ്പീക്കറിൽ തൊട്ട് സ്പീക്കർ ഓൺ ചെയ്താൽ എന്റെ ശരിയായി. അപ്പൊ അത് ചെയ്യൂട്ടാ. അതെ, ഓക്കെ 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 ആണ്. ഇനി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്യും. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ശ്രുതി ഓക്കെ മാം ബാക്കിയുള്ളവര് പറയുന്നുണ്ട്, അസീനൊക്കെ പറയുന്നുണ്ട്. അവര് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആരൊക്കെയാണ് പറയുക? അസീന, ഫസ്റ്റ് അസീനയാണ്. ഓക്കെ അസീന, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Yes, ma'am. Good morning, all of you. Respected ma'am and my dear friends. I feel truly grateful for this chance to speak on a topic that shapes our character and our future. Today I am
അസീന റേഞ്ച് ഇഷ്യൂ ഉണ്ട് കേട്ടോ, ബ്രേക്ക് ആവുന്നുണ്ടേ. Speak about to beautiful human values, self-discipline. ക്ലിയർ ആവുന്നില്ലേ? ഹലോ ഹലോ, ബ്രേക്ക് ആവും, കേൾക്കാൻ പറ്റുന്നില്ലേ മാം? ക്ലിയർ അല്ല. ബ്രേക്ക് ആവുന്നുണ്ട്, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് അസീന. ടെസ്സി പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ഹലോ, ഞാൻ ലവ്ലി ചേച്ചി പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാന്നല്ലേ പറഞ്ഞേ? ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ? സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ ചേച്ചി ഞാൻ ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മള് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലേ, ടെസ്സി ഗ്രൂപ്പിലില്ല. അയ്യോ, ഞാൻ അറിഞ്ഞിരുന്നില്ല ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പിലുണ്ടായിരുന്നു, പിന്നെ ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോ ആതിരയുടെ മെസ്സേജ് അയച്ച് പറഞ്ഞു. അപ്പൊ ആതിര പറഞ്ഞു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ശനി ഞായറും വേറെ ഒരു പ്രോഗ്രാം ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ശ്രുതി ടെസ്സി പറഞ്ഞോളൂ. ലവ് ചേച്ചി തുടങ്ങിയോട്ടെ, അതിനുശേഷം ഞാൻ പറയാം. Shruti, carry on. Okay. Good morning, everyone, and good morning, ma'am. We have all decided to form a group to talk about our self-confidence. When we say our self-confident, there are many advantages and disadvantages to it. Invite our group friends to tell us all about them. First, I will call Lovely Chichi for share about confidence with their own experience. Lovely Chichi. Okay, da. Good morning, ma'am, and good morning, my dear friends. Today we are discussing about confidence. I would like to start with my own experience and on my words. If any mistake, please forgive. When I was struggling with cancer, I don't know from where I got the confidence to face it. Later, I understood that I got the confidence from my God. My operation time and my chemotherapy time, my dearest ones are very sad, but I encouraged there and said nothing will happen. Our God is with us, and I will protect us from these struggles. Same in my chemotherapy time, experienced people said to me, very difficult through this time. But I have got a positive energy to face these problems with a smile. And I had not many more problems and difficulties. At that time, my hair was lost. Wherever we have hairs in our body, that are lost, and I am ugly to look and very weak. But I had a smile, and I decided I will not disturb with these problems. I got courage and confidence to overcome all those problems. And after 7 months, again I got my hairs and get well soon. Through this, I got a lesson. When we have confidence, we can achieve all goals and success in our life and control all the problems coming into our life. Then also, I am giving a message to my dear friends. Whatever problems and strugglings comes in your life, we attach it to God and make self-confidence, and we have to achieve our own happiness and face all the problems with a smile. Thank you. I would like to invite Simsi talk about confidence. Thank you, Lovely Chechi. I agreed Lovely Chechi's voice. Confidence means feeling sure of yourself and your abilities. It's not an arrogant way, but is a realistic, secure way. Confidence is not about feeling superior to others. It's a quiet inner knowledge that you are capable. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചും നമ്മുടെ കഴിവിനെക്കുറിച്ചും നമുക്ക് തന്നെ ഒരു അറിവ് ഉണ്ടാവുക എന്നതാണ് കോൺഫിഡൻസ്. അതൊരിക്കലും അഹങ്കാരത്തോടെയോ അല്ലെ ഓവർ കോൺഫിഡൻസോ അല്ല, നമുക്ക് നമ്മളെപ്പറ്റി അറിയുക എന്നതാണ്. പിന്നെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ എന്നർത്ഥമില്ല. എൻ്റെ കഴിവിനെക്കുറിച്ചും എന്നെക്കുറിച്ചും എനിക്ക് തന്നെയുള്ള ഒരു നിശബ്ദമായ ആന്തരിക അറിവിനെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്.
there are many merits and demerits of confidence. I would like to invite Mrudula to discuss merit of confidence. Okay, thank you, Cincy. Good morning, ma'am, and good morning, everyone. Today, I am talk about the advantage of self-confidence. First point is improved performance. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കോൺഫിഡൻസിന്റെ അഡ്വാൻറ്റേജ് ആണ്, അതായത് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. കോൺഫിഡൻസ് ഈസ് എ പവർഫുൾ ഡ്രൈവ് ഓഫ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. ആത്മവിശ്വാസം എന്ന് വെച്ചാൽ മെച്ചപ്പെട്ട ഒരു പ്രകടനത്തിന് ശക്തമായൊരു പ്രേരകമാണ്. Individuals with high self-belief tend to set more ambitious goals, persist through challenges, and experience less stress, ultimately leading to better outcomes in various aspects of life, including academics, careers, and personal endeavors. ഉയർന്ന ആത്മവിശ്വാസമുള്ള വ്യക്തികൾ കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾ നേടുകയും വെല്ലുവിളികളിൽ ഉറച്ചു നിൽക്കുകയും കുറഞ്ഞ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത് അക്കാദമിക്, തൊഴിൽ, വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് മികച്ച ഫലങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു. And I would like to Mariamma for presenting next advantage. Thank you, ma'am. മാം കേക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. അനക്ക് പേടിച്ചിട്ട് ചെല്ലാകുന്നില്ല. എന്തോ എനിക്ക് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇത് പറയുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റുന്നില്ല? അശ്ശോ, മറിയമ്മ മറിയമ്മ പറഞ്ഞോളൂ, എന്ത് പറ്റി? പറഞ്ഞോ പറഞ്ഞോളൂ. പറഞ്ഞോ ഓക്കെ ആണ്, പറഞ്ഞോ. പറയൂ. ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു മൃദുല. Good morning, ma'am. Good morning, my dear friends. Today I will discuss topic better decision. Confidence is important for making good decision because you trust your judgment. നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആത്മവിശ്വാസം പ്രധാനമാണ്, കാരണം അത് നമ്മളുടെ വിധിന്യായത്തിൽ വിശ്വസിക്കാൻ നമ്മൾക്ക് സഹായിക്കുന്നു. Evaluate option effectively and make choice aligned with your goals, which ultimately leads to better outcomes by reducing hesitation and anxiety when facing decisions. ആത്മവിശ്വാസം ഓപ്ഷനുകൾ ഫലപ്രദമായി വിലയിരുത്താനും നമ്മളുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടാനും തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നു. ഇത് മികച്ച ഫലങ്ങൾ നേടാനും ഇത് തീരുമാനങ്ങൾ നേരിടുമ്പോഴുള്ള മടിയും ഉത്കണ്ഠയും കുറക്കാനും സഹായിക്കുന്നു. I would like to invite Rachel for next topic. Thank you. Thank you, Mariamma. ടെൻഷൻ അടിക്കണ്ട കേട്ടോ, കൂൾ ആയിട്ട് സംസാരിക്കൂ. ഓക്കെ, ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക ആദ്യം. ഓക്കെ, Thank you, Mariamma. Good morning, ma'am, and my dear friends. My name is Rachel, and now I would like to speak about motivation and resilience. Confidence helps us stay motivated even when we face difficulties. It also gives us the strength to try again after failure. This ability to recover and keep going is called resilience. So,
Confidence helps us to stay strong, try again and never give up. കോൺഫിഡൻസ് നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അതായത് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും മുന്നോട്ട് പോകാൻ പ്രചോദിപ്പിക്കുന്നു. ആത്മവിശ്വാസമുള്ളവർ ഒരിക്കലും നിരാശപ്പെടുന്നില്ല. എനിക്ക് കഴിയും, വീണ്ടും ഞാൻ ശ്രമിക്കും എന്ന് വിശ്വസിക്കുന്നു. പരാജയപ്പെട്ടാലും പിന്നെയും ശ്രമിക്കാൻ ആത്മവിശ്വാസം നമ്മെ സഹായിക്കുന്നു. ഇത് തന്നെയാണ് റീസൈലൻസ്, അഥവാ തിരിച്ചടിക്ക് ശേഷവും വീണ്ടും മുന്നോട്ട് പോകുന്ന കഴിവ്. അതിനാൽ ആത്മവിശ്വാസം നമ്മെ ഗീവ് അപ്പ് ചെയ്യാതെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പരീക്ഷിക്കാനും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും സഹായിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ ലിസണിങ്. താങ്ക് യു മാം. നൗ ഐ വാംലി വെൽക്കം ഡിയർ ആതിര ചേച്ചി to present the next topic. Thank you. Thank you, Rachel, for inviting for me the group discussion. Good morning, all. Good morning, ma'am. Today, my group mates discuss about confidence and the advantages of confidence. Now, I am talk about the disadvantages of confidence. The first point is overconfidence. Confidence is a healthy belief in one's own ability, grounded in a reality and experience, while overconfidence is an exaggerated belief in one's ability that is not supported by facts or reality. എൻ്റെ ഗ്രൂപ്പ് മേറ്റ്സ് എല്ലാം കോൺഫിഡൻസിനെ കുറിച്ചും അതിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഞാൻ പറയാൻ പോകുന്നത് കോൺഫിഡൻസിനുള്ള ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. ഫസ്റ്റ് പോയിന്റ് ഓവർ കോൺഫിഡൻസ് ആണ്, അതായത് അമിത ആത്മവിശ്വാസം. ആത്മവിശ്വാസം എന്നത് സ്വന്തം കഴിവിലുള്ള ആരോഗ്യകരമായിട്ടുള്ള വിശ്വാസത്തിനെയാണ് ആത്മവിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അമിത ആത്മവിശ്വാസം എന്നത് സ്വന്തം കഴിവിനെ കുറിച്ചുള്ള അതിശോക്തിപരമായിട്ടുള്ള വിശ്വാസമാണ് അമിത ആത്മവിശ്വാസം. Overconfidence can lead to arrogance or poor decision making and also interpersonal difficulties. Overconfidence is a tendency to believe you are better, smarter or more capable than you actually are. ഓവർ കോൺഫിഡൻസ് നമ്മളിൽ അഹങ്കാരവും അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ഡിസിഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കില്ല. തെറ്റായ രീതിയിലുള്ള ഡിസിഷൻ എടുക്കാനാണ് അത് വഴിയൊരുക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തിഗതമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. കൂടാതെ തന്നെ നമ്മൾ ബെറ്റർ ആണെന്നും സ്മാർട്ടർ ആണെന്നും നമ്മുടെ കഴിവുകളേക്കാൾ കൂടുതൽ കഴിവുകൾ നമുക്കുണ്ടെന്നുള്ള വിശ്വാസങ്ങൾ നമ്മളിൽ ജനിപ്പിക്കാനുള്ള ഒരു കഴിവ് ഓവർ കോൺഫിഡൻസിനുണ്ട്. It is also considered as a negative trait with a potentially harmful consequences, although it can sometimes be perceived as a positive in certain situations, while confidence is beneficial for success and happiness. ഓവർ കോൺഫിഡൻസ് എല്ലായ്പ്പോഴും നമ്മൾ ഒരു നെഗറ്റീവ് ട്രൈറ്റ് ആണ് അതിനുള്ളത്. ചില സമയങ്ങളിൽ അതൊരു പോസിറ്റീവ് ആയേക്കാം. പക്ഷേ എപ്പോഴും നമുക്ക് സക്സസിനും നമുക്ക് ഹാപ്പിനെസ്സും കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് തന്നെയാണ്. സോ all of you are try to be confident, but always be remember about the negative aspects of confidence. അതുകൊണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും കോൺഫിഡൻസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്നാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓവർ കോൺഫിഡൻസിന്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടായിരിക്കണം. Thank you all, and I also invite Ashwati for talk about the next point. Thank you again. മാം, അശ്വതി ഇന്നില്ല. അശ്വതിക്ക് ഫീവർ ആണ്, മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ, എന്റെ നെറ്റ് വീക്ക് ആയിരുന്നു, അന്നേരം എനിക്ക് പറയാൻ പറ്റിയില്ല. Okay. I invite Shruti for concluding the group discussion. Today we are all talking about self-confidence and good and bad things that come with it. I have come to conclude to this group discussion. We all have faced so many problems in our lives. One of the main reasons for which is lack of self-confidence. ശരിയല്ലേ? നമ്മുടെ ലൈഫിൽ നമ്മൾ കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതിന് കുറെ കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് സെൽഫ് കോൺഫിഡൻസിന്റെ കുറവാണ്. The speakers before me have spoken very beautifully about the advantage and disadvantage of self-confidence. എനിക്ക് മുന്നേ സംസാരിച്ച എൻ്റെ ഫ്രണ്ട്സ് ഈ കോൺഫിഡൻസിനെ കുറിച്ചും അതിലുള്ള നന്മകളും പിന്നെ ദൂഷ്യങ്ങളും കുറിച്ച് കുറെ നല്ല ഭംഗിയായിട്ട് തന്നെ കുറെ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. We are all human beings. We have all gone through good and bad in our lives. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ലതും നടന്നിട്ടുണ്ടാവും, അതിന്റെ കൂടെ തന്നെ കുറച്ച് ബാഡ് തിങ്സും നടന്നിട്ടുണ്ടാവും.
These good and bad things have come and gone within all of us. At some point, നല്ലതായാലും ചീത്തയായാലും എന്തെങ്കിലും ഒരു സാഹചര്യം അനുസരിച്ച് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്കത് വന്നു പോയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് പ്രോബ്ലം. ഇതൊരു നമുക്കൊരു വലിയ പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണരുത് ഒരിക്കലും. ഇൻ ദ കമ്മിങ് ടൈംസ് ലെറ്റ് us all focus on the good things. നമ്മൾ ഇതുവരെ എങ്ങനെയാണോ അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഇനിയെങ്കിലും കുറച്ച് നല്ലതിൽ കുറേയും നമ്മുടെ ഫോക്കസ് കൊണ്ടുപോയാൽ നമുക്ക് കുറച്ചും കൂടി നല്ല കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റും. ലെറ്റ് us we are all be confident and move forward in life. I conclude our group discussion by saying this. Thank you. Thank you, ma'am. Okay. Yeah. നന്നായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ച് പേരും കൂടി പറയാനുണ്ട്. റെഡിയാണെന്ന് പറഞ്ഞു. അസീന ഒന്ന് കണ്ടിന്യൂ ചെയ്യൂ. എനിക്ക് നെറ്റിന് പ്രശ്നം വന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു ഉടനെ. അതായിരുന്നു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്. ഐ എം അസീന. റെസ്പെക്റ്റഡ് മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, I feel truly grateful for this chance to speak on the topic that shapes our character and our future. Today, I am going to speak about two beautiful human values, self-discipline and self-respect to others. ആത്മസംയമനവും മറ്റുള്ളവരോട് ഉള്ള ആദരവിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. These two qualities help us to grow not just as students but as better human beings. Self-discipline, ആത്മസംയമനം. Self-discipline means controlling our thoughts, emotions and behavior, especially when no one is watching. നമ്മളെ നിയന്ത്രിക്കാനുള്ള ശീലമാണ് ആത്മസംയമനം എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റ്, സമയത്തെ പാടവത്തോടെ ഉപയോഗിക്കുക. ഫോക്കസ്ഡ് ലേണിംഗ്, ശ്രദ്ധയോടെ പഠിക്കുക. സേവിങ് നോ ടു ബാഡ് ഹാബിറ്റ്സ്. സ്റ്റേയിങ് കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ബുദ്ധിപൂർവമായി പ്രവർത്തിക്കുക എന്നിവയാണ്. സെൽഫ് ഡിസിപ്ലിൻ ഈസ് ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ് ഈവൻ വെൻ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. സെൽഫ് റെസ്പെക്ട് ടു അതേഴ്സ്, മറ്റുള്ളവരോടുള്ള ആദരവ്. റെസ്പെക്ടിങ് അതേഴ്സ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് അവർ ഇന്നർ വാല്യൂസ്. മറ്റുള്ളവരെ മാന്യമായി കാണുക എന്നത് നമ്മളിൽ നമ്മളെ എത്രമാത്രം ആദരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. വി ക്യാൻ ഷോ റെസ്പെക്ട് ബൈ യൂസിങ് കൈൻഡ് വേർഡ്സ്, മൃദുവായ വാക്കുകൾ. ലിസ്റ്റണിങ് കെയർഫുള്ളി, ശ്രദ്ധാപൂർവം കേൾക്കുക. അവോയ്ഡിങ് ജഡ്ജ്മെന്റ്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നോക്കാതെ. അക്സെപ്റ്റിംഗ് ഡിഫറൻസ്, വ്യത്യസ്തതയെ അംഗീകരിക്കുക. റെസ്പെക്ട് ഈസ് നോട്ട് ഡിമാൻഡഡ്, ഇറ്റ് ഈസ് earned by giving it first. Self-reflection, I take a small moment to look within. In the recent days, if I have hurt anyone knowingly or unknowingly, I want to say not just sorry, but I also promise to become more careful and kind. ക്ഷമ ചോദിക്കുന്നത് ഒരു ദൗർബല്യമല്ല, അതാണ് ആത്മബോധത്തിന്റെ അടയാളം. Let us all move ahead with a sportsman spirit, where there is no blame, only understanding and unity. In conclusion, let us all choose discipline in actions, respect in words, kindness in attitude. Book learning may help us pass exams, but value learning help us pass life. Let your actions reflect your values, and your values define your character. At this moment, I express my heartfelt gratitude to Mom for offering me this beautiful opportunity to speak. Also, I want to thank my dear friends Shruti, Rachel, Ashwati and Adira for being the ones who motivated me and gave me the confidence to take this topic. Without your support, I wouldn't be standing here. Let us be the kind of students who inspire each other. Let us make our classroom a space of discipline, dignity, and respect. Let us lead not with ego, but with empathy. Thank you. Thanks all once again. Okay, yeah, Hasina, very good. Who is next? Tessie പറയുന്നുണ്ടായിരുന്നല്ലോ. Good morning, ma'am. Good morning, everyone. My dear friends,
ഞാൻ ആദ്യം സോറി പറയാണ്. ഞാൻ അറിഞ്ഞില്ല ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഒരു സോറി പറയണം എല്ലാവരോടും. അതിനുശേഷം പറയാം. ഞാൻ എന്റെ ലൈഫിലുള്ള സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. എന്റെ ലൈഫിൽ എന്തെല്ലാം പ്രോബ്ലംസ് അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പോയിന്റ്സ് ആണ് ഞാൻ പറയണത്. അല്ലാതെ ഞാൻ ഗൂഗിളൊന്നും സെർച്ച് ചെയ്തിട്ടില്ല. പിന്നെ മാം പെട്ടെന്ന് തോന്നുന്നതാണല്ലോ, നമ്മള് വെൻസ്ഡേ അല്ല പറഞ്ഞിരുന്നെ. അപ്പോ അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തില്ല. ഞാൻ എന്റെ ഇതിൽ പറയണതാണ് കേട്ടോ. അപ്പൊ എന്റെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ കഴിവുകൾ നമുക്ക് തന്നെ അറിയാം നമുക്ക് എന്തെല്ലാം നമുക്ക് കഴിവുകളുണ്ടെന്ന്. അപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെൽഫ് കോൺഫിഡൻസ് വളരെയധികം ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചിലവർക്ക് അത് പേടിയുണ്ട്. നമ്മള് കഴിവ് നമ്മൾ വളർത്തിയെടുക്കാനുള്ള ഒരു ധൈര്യം ഇല്ല. അപ്പൊ ആ ധൈര്യം നമ്മൾ സംഭരിക്കുകയാണെങ്കിൽ എന്തായാലും സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ വർദ്ധിക്കും. അതുപോലെ നമ്മുടെ നമ്മുടെ ലൈഫിലെ കുറെ പ്രോബ്ലംസ് എല്ലാവരും ഫേസ് ചെയ്യണതാണ്. ആ പ്രോബ്ലംസും ഒക്കെ നമ്മള് വളരെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി നമുക്ക് പറയാൻ പറ്റില്ല. ചിലവര് അങ്ങനെ ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ മാമിനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മാം വളരെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയാണ് എപ്പോഴും ഇരിക്കാറ്. എങ്ങനെ മാം എത്രയും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല. അത് എന്നാലും മാം ആ ഒരു ചിരിയോട് കൂടിയാണ് ഇരിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നു. അപ്പൊ നമ്മുടെ പ്രോബ്ലംസ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അത് ഓവർകം ചെയ്യണ ഒരു പോസിറ്റീവ് മൈൻഡില് അത് ഓവർകം ചെയ്ത് ഒരു ചെറു പുഞ്ചിരിയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും എന്ന് ഞാൻ പറയാണ്. പിന്നെ അതിനുശേഷം നമ്മളൊരു ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായിരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിലും. അപ്പോ ആ ഒരു അവസ്ഥയൊക്കെ ആ അവസ്ഥയിൽ നമുക്ക് പലതും നമുക്ക് തോന്നാം. അപ്പൊ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് വരണം എന്നേ ഞാൻ പറയുള്ളൂ. ഓവർകം ചെയ്ത് അതിനുശേഷം അത് നമ്മൾ ലവ്ലി ചേച്ചി പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത്, ലവ്ലി ചേച്ചി ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്, അപ്പൊ നമ്മളെക്കാളും കൂടുതൽ. അപ്പോ അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്ത് വന്നവർക്ക് ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. പിന്നെ പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ അതുപോലെ അങ്ങനെ പറയാണ്, നമ്മുടെ എന്ത് പ്രോബ്ലംസ് ആയാലും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ആരും തളർന്നു പോരുത്. ഓവർകം ചെയ്ത് മുന്നോട്ട് വരിക, നമ്മുടെ കഴിവുകൾ നമ്മൾ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഒരു റിസ്ക് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിസ്ക് നമ്മൾ എന്തായാലും നമ്മളത് പൂർത്തീകരിക്കും. ഇതിപ്പോ ഞാൻ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ മോണ്ടിസോറി കോഴ്സ് തന്നെ. നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട്, കുറെ പേര് പറയുന്നുണ്ട് എനിക്ക് സാധിക്കില്ലേ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ കുറെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവരെ. എന്തായാലും അങ്ങനെ തിരിച്ചു വരണം, എന്തായാലും ചെയ്യണം, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പോ കുറെ പേർക്ക് ജോലിക്ക് പോണവര് അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ നമ്മളെല്ലാവരും മോട്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പൊ കുറെ പേര് ചെയ്ത് നോക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ഒരു കോഴ്സ് നമ്മൾ എന്തായാലും പൂർത്തീകരിക്കണം എന്നൊരു മനസ്സിൽ നമ്മളൊരു ഉറപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും അതിന്. അപ്പോ നമ്മളെല്ലാവരും ഈ കോഴ്സ് പൂർത്തീകരിക്കും എന്നുള്ള ഒരു ഉറപ്പോടു കൂടി മുന്നോട്ട് പോവുക. അതും അതായത് റിസ്ക് ഏറ്റെടുത്ത് അത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പ് വിചാരിക്കുക. അപ്പൊ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഓൾറെഡി എന്തായാലും വർദ്ധിച്ചിരിക്കും. പിന്നെ മറ്റുള്ളവർക്ക് ചെറിയ സേവനങ്ങൾ ചെയ്യാൻ, അതായത് ഇപ്പോ നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തില് എന്താ പറ്റുക വെച്ചാൽ നമുക്ക് അതുപോലെ നമ്മളെ കൊണ്ട് എന്താണ് പറ്റുക വെച്ചാൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. അതിപ്പോ ഏത് രീതിയിലായാലും നമ്മുടെ കഴിവുകൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ്, ഞാനിവിടെ കാറ്റിസത്തിന് പഠിപ്പിക്കുന്നുണ്ട്. അത് നേഴ്സറി ക്ലാസ്സിലാണ് എങ്കിലും, പക്ഷെ എനിക്ക് ഡാൻസ് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഡാൻസ് പഠിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് സാധിച്ചില്ല. പക്ഷെ ഞാൻ ഡാൻസ് യൂട്യൂബിൽ വീഡിയോ കണ്ട് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിയിലും പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ കുട്ടികള് ഇവിടെ വന്നിട്ടും പഠിക്കാറുണ്ടായിരുന്നു ആദ്യം. അപ്പോ ഞാനത് 2-3 വർഷം മുന്നേ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇപ്പോ കാറ്റിസത്തിന് അവിടെ പഠിപ്പിക്കാൻ കയറിയത് തന്നെ. അപ്പോ ഒരു 3-4 വർഷമായിട്ട് എന്റെ ആഗ്രഹങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഓരോന്ന് പൂർത്തീകരിച്ച് വരണുള്ളൂ. ഇപ്പൊ അതിനുശേഷം പിന്നെ എന്നെ ഒരു ട്യൂഷൻ എടുക്കാൻ പറഞ്ഞ് എന്നോട് 2-3 പാരന്റ്സ് വന്ന് പറഞ്ഞു. അപ്പോ ട്യൂഷൻ ഇപ്പൊ ഞാൻ 2-3-4 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്.
അപ്പോ അതൊക്കെ ഞാൻ എന്റെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനുള്ള ഒരു ഇതായിട്ട് ഞാൻ തന്നെ ഏറ്റെടുത്ത് അത് ചെയ്തു കൊടുക്കുകയാണ്. എനിക്ക് സമയം ഉണ്ടായിട്ടല്ല, അതുകൊണ്ട് എനിക്ക് ഗ്രൂപ്പിൽ വന്ന് ഒന്നും ഡിസ്കസ് ചെയ്യാനോ എല്ലാവരോടും ചാറ്റ് ചെയ്യാനോ സാധിക്കണില്ല ഫുൾ ടൈം. ഇടയ്ക്ക് ഞാൻ വരും, ഇടയ്ക്ക് വന്ന് സംസാരിക്കും. അപ്പൊ ആർക്കും എന്നോടൊന്നും തോന്നരുത്, അതുകൊണ്ടാണ്. ചില സമയത്ത് ഞാൻ വന്ന് സംസാരിക്കാറുണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവരും കഴിവ് തിരിച്ചറിഞ്ഞ് അതും വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ ഈ കോഴ്സ് പൂർത്തീകരിക്കുന്നുള്ള ഒരു ഇത് നമ്മളെ മനസ്സിലുണ്ടാവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. Yeah, thank you, Jessie. Okay, who's next? Good morning, ma'am. അഞ്ജിതയാണ്. ഓക്കെ, റെഡി ആണെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരുന്നു. ഓക്കെ അഞ്ജിത, പറയൂ. Good morning, ma'am. Good morning, friends. Let's see what we can do to increase this confidence. To build confidence, focus on building self-esteem, thought positive self-talk, celebrating small wins. ആത്മസംവാദത്തിലൂടെയും ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്നതിലൂടെയും ആത്മാഭിമാനം വളർത്തിയെടുക്കുന്നതിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. സോറി മാം. കരയാണോ അഞ്ജിത? ഓക്കെ അഞ്ജിത, പിന്നെ സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോൺവെക്കേഷൻ ടൈമിൽ മാമിന്റെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. എപ്പോ കണ്ടു? ഏത് കോൺവെക്കേഷൻ ആയിരുന്നു? ഏതാണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല. ഇൻസ്റ്റഗ്രാമിലാണ് കണ്ടു. ഇൻസ്റ്റഗ്രാം MT ഇട്ടതാണ്, സ്മാർട്ട് സ്ട്രീന്ന് ഇട്ടതാണ്. ഗ്രൂപ്പ് ഡാൻസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. കേൾക്കുന്നില്ലേ? മാമിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ കാണുന്നതിലും ആ സമയത്ത് നമ്മള് വീഡിയോസിൽ കണ്ടപ്പോ നല്ല ഭംഗിയുണ്ടെന്നാണ് ആള് പറയുന്നത്. സാരിയെ കൊടുത്തായിരുന്നല്ലോ, നല്ല രസമുണ്ടായിരുന്നു. സാരിയുടെ കളർ എന്ന് പറഞ്ഞെനിക്ക് മനസ്സിലാവും. പച്ചയായിരുന്നു. സഫേഡ് ഗ്രീൻ പോലത്തെ ലാസ്റ്റ് വീക്ക് കോൺവെക്കേഷൻ ആണ്. മീൻസ് MT അല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് ആയിരുന്നു, അതിന്റെ കോൺവെക്കേഷൻ ആയിരുന്നു. ഇപ്പൊ എല്ലാ സാറ്റർഡേയും കോൺവെക്കേഷൻ ഉള്ളതുകൊണ്ട് ഏതാണെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്, ക്ലിയർ ആയില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അതെ ആണ്. കഴിഞ്ഞ സാറ്റർഡേ MT ആയിരുന്നു, MT5ന്റെ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ വൈകാതെ എല്ലാം കാണാം. അപ്പൊ ടേസ്റ്റി ഡാൻസിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കോൺവെക്കേഷൻ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഡാൻസ് കളിക്കുക. ഓക്കെ, മിക്ക MT സ്റ്റുഡൻസും ഡാൻസ് കളിക്കുന്നുണ്ട്. പെർഫോമൻസ്, ഒരുപാട് പെർഫോമൻസ് ഉണ്ടാവും. സിറ്റുവേഷൻ ഇല്ലല്ലോ, അതൊന്നും പ്രശ്നമില്ല. ഇതെല്ലാവരും പഠിച്ചത് ഓൺലൈനായിട്ട് തന്നെയാണ്. മീറ്റിംഗ് വെച്ചിട്ടാണ് ഇതെല്ലാവരും ഡാൻസ്. ചേച്ചി, ലവ്ലി ചേച്ചി, എല്ലാരും കൂടി ഒരു സോങ് സെലക്ട് ചെയ്ത് ഇട്ടുതരാം, വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി. അപ്പൊ കുഴപ്പമില്ല. ഞങ്ങള് കളിക്കുന്നില്ല, ഞങ്ങള് ഡാൻസ് എല്ലാരും. ഞാനൊക്കെ ഡാൻസ് കളിക്കുന്ന കൊടുത്തിട്ട് വണ്ണമൊക്കെ കൂടുതലുണ്ടെങ്കിലും ഡാൻസ് ഒക്കെ കളിക്കും. അത് വിഷയമാണേ, എല്ലാവരും കളിക്കുന്നുണ്ട്. എന്ത് രസമാണെന്നറിയോ? അതുകൊണ്ട് മാക്സിമം അത്യാവശ്യം നല്ല പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ടെസ്റ്റ് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ക്ലാസിക്കലായിട്ട് പഠിച്ച ഒരു കുട്ടിയുണ്ട്, അശ്വതി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി നമ്മൾ പറഞ്ഞിരുന്നു. ജസ്റ്റ് പഠിക്കും, കളിക്കും മാത്രം. കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ MT4 അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടായിരുന്നു. MT5ന് ഉണ്ടായിരുന്നു, ഡാൻസ്, പാട്ട് എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ വേണം കേട്ടോ. എല്ലാവരും ചെയ്യണം, കോൺഫിഡന്റ് ആയിട്ട് കളിക്കുക, പേടിയൊന്നും വേണ്ട. We will try our level best, ma'am. Okay, എല്ലാവരും ട്രൈ ചെയ്യാനൊന്നുമില്ല, കളിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, കോൺവെക്കേഷൻ എൻജോയ് ചെയ്യണം മാക്സിമം. നല്ല രസമാണ്, നിങ്ങൾ വരുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, എവിടെയാ പ്രോഗ്രാം മാം?
പ്രോഗ്രാം ഓഫീസിലാണ്, സ്മാർട്ട് സിറ്റി ഓഫീസിനടുത്ത് തന്നെയാണ്. എറണാകുളം അറിയാലോ, ഓഫീസ് എവിടെയാന്ന് അറിയില്ല? അറിയോ? പറവൂരാണ്. പറവൂരാണ്. അപ്പൊ എല്ലാവരും വരാം. എല്ലാവരും പല പല സ്ഥലങ്ങളിലാണെന്ന് അറിയാം. പക്ഷെ എല്ലാവരും ആ ദിവസം വരാം, എൻജോയ് ചെയ്യാം. എനിക്ക് 15 മിനിറ്റിന്റെ ദൂരമുള്ളൂ മാം. നമുക്കൊക്കെ സിമ്പിൾ ആണല്ലേ ലവ്ലി? സിമ്പിൾ ആണ്. ഓക്കെ, പിന്നെ എന്താണ് ടീച്ചേഴ്സ് ഡാൻസ് ഉണ്ടാകും. ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ടീച്ചേഴ്സ് എല്ലാവരും ആരും ഡാൻസ് കളിക്കാത്തവരായിരുന്നു. സ്മാർട്ട് സിറ്റിയിൽ വന്ന് ജോയിൻ ചെയ്തു, കോൺവെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങൾ ഡാൻസ് തുടങ്ങി. ഇങ്ങനെ പഠിക്കാത്തവരും ഡാൻസ് പഠിച്ചു. ഇപ്പോൾ ഞങ്ങൾ എന്താണ് കളിച്ച് ഞങ്ങൾക്ക് ഏകദേശം പറയാം. ഇങ്ങനെയൊക്കെയാണ്. അത് 1 വീക്ക് ആണ്. ഇപ്പോ കഴിഞ്ഞ സാറ്റർഡേ കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു, ഈ സാറ്റർഡേ കോൺവെക്കേഷൻ ഉണ്ട്. അപ്പൊ 1 വീക്ക് കൊണ്ടാണ് ഇനി പഠിക്കുന്നത്. അപ്പൊ അതിന്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഡാൻസിൽ ഉണ്ട്. ഗ്രൂപ്പ് ഡാൻസ് എല്ലാവരും നന്നായിട്ട് കളിച്ചു. നല്ല അടിപൊളിയായിരുന്നു. താങ്ക് യു. എല്ലാവരും പറയുന്നുണ്ട്. കൊള്ളാന്ന് പറയാനും പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം മേ ബി. ഇല്ല, തീർച്ചയായിട്ടും നന്നായിട്ട് ഇരുന്നു. ഉറപ്പായിട്ടും നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെന്താണ് പിന്നെ പറയാനുള്ളത്? കോൺഫിഡൻസിന്റെ കാര്യം എല്ലാവരും സംസാരിച്ച് റെഡിയായി സംസാരിക്കാനുണ്ടോ? മാം ഞാൻ ഓക്കെയാണ് സംസാരിക്കാൻ. അഞ്ജിത. ഓക്കെ ആയോ? മോളോ മോനോ? ഓക്കെ മോള്. ഓക്കെ മാം. ഞാനുണ്ട് മിഷ. ഓക്കെ, പേര് ടെക്സ്റ്റ് ചെയ്യും കേട്ടോ, ഞാനപ്പോ വിളിക്കാം ഓരോരുത്തരെ. ഓക്കെ, അഞ്ജിത പറയൂ. Let's see what we do it to increase this confidence. നമുക്ക് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. To build confidence, focus on building self-esteem, thought positive self-talk, celebrating small wins. ആത്മസംവാദത്തിലൂടെയും ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്നതിലൂടെയും നമുക്ക് ആത്മാഭിമാനം വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ചെറിയ വിജയങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ ശ്രമിക്കാം. Cultivate positive self-talk, focus on strength and accomplishment. സ്വയം സംസാരം വളർത്തിയെടുക്കുക. ശക്തികളിലും നേട്ടങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. സ്റ്റെപ്പ് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ. ടേക്ക് സ്മോൾ മാനേജബിൾ റിസ്ക്. ഫേസ് യുവർ ഫിയേഴ്സ്. ബിൽഡ് എ സപ്പോർട്ടീവ് നെറ്റ്വർക്ക്. സ്വയം കാരുണ്യം. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തു കടക്കുക. ചെറുതും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ റിസ്കുകൾ ഏറ്റെടുക്കുക. ഭയത്തെ നേരിടുക. അതുപോലെ നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരു നെറ്റ്വർക്ക് നിർമ്മിക്കുക. അഡോപ്റ്റ് കോൺഫിഡന്റ് ബോഡി ലാംഗ്വേജ്. സ്റ്റാൻഡ് ടാൾ. മേക്ക് ഐ കോണ്ടാക്ട്. സ്പീക്ക് ക്ലിയർലി ആൻഡ് ഡെലിബറേറ്റ്ലി. നമ്മൾ ആത്മവിശ്വാസമുള്ള ശരീരഭാഷ ലാംഗ്വേജ് സ്വീകരിക്കുക. അതുപോലെ ഉയരത്തിൽ നിന്ന് സംസാരിച്ച് ശ്രമിക്കുക. ഐ കോണ്ടാക്ട് ഉണ്ടാക്കുക. പിന്നെ സംസാരിക്കുന്നത് എന്തും ക്ലിയറായി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. Okay, Anjita. Next, Misha. Okay, ma'am. Good morning, ma'am. Good morning, everyone. I will today discuss about the importance of self-confidence. A person with self-confidence can face any kind of challenge in life. They are not scared of hurdles because they are confident that they can handle any situation. On the other hand, some people are afraid of failure, making them underconfident. A person who lacks of self-confidence will get scared and leave the task midway. Okay, ma'am. Okay, Misha. Next, Tanjira. ഓക്കെ മാം. ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോൺഫിഡൻസിനെ കുറിച്ചാണ്. ആദ്യം തന്നെ എന്താണ് കോൺഫിഡൻസ്? കോൺഫിഡൻസ് മീൻസ് ബിലീവിംഗ് ഇൻ യുവർ സെൽഫ് ആൻഡ് എബിലിറ്റീസ്. It's the feeling that you can handle challenges, make good decision and succeed in what you do. ആത്മവിശ്വാസം എന്നത് വ്യക്തിക്ക് താൻ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്നതിനുള്ള വിശ്വാസമാണ്. അതിൻ്റെ കഴിവുകൾ, തീരുമാനങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിലുള്ള വിശ്വാസമാണ്. There are two main types of confidence.
self-confidence, trusting your own judgment and skills. ആത്മവിശ്വാസത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഫസ്റ്റ് വൺ താൻ കഴിവുള്ളവനാണ് എന്നുള്ള വിശ്വാസം. I can give this speech. I have practiced well. ഉദാഹരണം, ഞാൻ ഈ പരീക്ഷ പാസ്സാവും, ഞാൻ പഠിച്ചിരിക്കുന്നു. Second one, social confidence, feeling comfortable when interacting with others. Example, I can talk to new people without fear. Second one, സാമൂഹ്യ ആത്മവിശ്വാസം, മറ്റുള്ളവരുമായി സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ധൈര്യം. ഉദാഹരണം, ഞാൻ പുതിയ ആളുകളുമായി ഭയമില്ലാതെ സംസാരിക്കും. മാം പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ പറയാം. എനിക്ക് ഭയങ്കര പേടിയാണ് ആളോട് സംസാരിക്കാനും, തെറ്റിപ്പോന്നുള്ള ഭയം. പിന്നെ ആള് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇത് തെറ്റ് വന്നാൽ കളിയാക്കോ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സ്കൂൾ ടൈം കോളേജ് ടൈമിലൊക്കെ. അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വർദ്ധിച്ചത്. കാരണം ആള് എന്ന് പറയുമ്പോൾ നല്ല സ്മാർട്ടാണ്, എവിടെയും എല്ലാവരായിട്ടും നല്ല കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ സംസാരിക്കണം എല്ലാം പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡ്, ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡാണ്. പിന്നെ മാറ്റിയെടുത്ത ഹസ്ബൻഡ് എന്ന് തന്നെ പറയാം. ഹസ്ബൻഡിന്റെ വരവോടുകൂടി ഞാൻ പുറത്തു പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ചു. എക്സാമ്പിൾ ആയിട്ട് പറയാൻ, എന്താ പറയാ, ഒരു ബില്ലടക്കാൻ എന്താ ചോദിക്കേണ്ടത്, എന്താന്ന് അവര് എന്ത് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണം, അതൊക്കെ. പിന്നെ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ഒന്നാമത് പുറത്താണ്, അപ്പോൾ എല്ലാം പഠിപ്പിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി എല്ലാം ചെയ്യാനൊരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇങ്ങനെ നമ്മളെ അടുത്ത് ലൈബ്രറി അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്, അതിലെല്ലാം ഞാൻ പങ്കാളിയാണ്. അപ്പം അതിലൂടെ പല പരിപാടിയും എങ്ങനെയുണ്ട്, അപ്പം നമ്മളെ വനിതാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ട് എനിക്ക് പാട്ട് പാടാൻ അറിയാം, പക്ഷെ പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് പാടാനൊരു പേടിയാണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പാട്ട് പാടാൻ പറ്റി, പ്രൈസും കിട്ടി അതില്. പിന്നെ റീഡിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിലും പങ്കെടുത്ത്. ആദ്യം ഒരു വിറയലെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ നല്ല കോൺഫിഡൻസോട് കൂടി അതിൽ പങ്കെടുത്ത് അതിലും പ്രൈസ് കിട്ടി. പിന്നെന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ TTC കോഴ്സിലും ചേർന്നത് നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടി. അത് പിന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാം, അതിൽ പ്രെയർ ഉണ്ട്, സൈൻ ഇൻ സൈൻ ഔട്ട്. അതൊക്കെ നമ്മൾ ആദ്യം പേടി ഉണ്ടെങ്കിലും പിന്നെ പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ പേര്, ഞാൻ ചെയ്യാം. ഇപ്പൊ നല്ലൊരു അതൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ ആക്ഷൻ സോങ് ആയാലും സ്റ്റോറി അതൊക്കെ പറയലുണ്ട്. കുറെയെല്ലാം നല്ല ഇപ്പൊ ഒരു കോൺഫിഡൻസോട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് പറയേണ്ടത്. പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല പേടിയൊന്നും, എന്നാലും ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ടോപ്പിക്ക് തന്ന മാമിനോടും നന്ദി പറയുന്നു. അപ്പം 2 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടത്. ഞാൻ കഴിയും എന്നുള്ള മനോഭാവം, എനിക്ക് കഴിയും എന്നുള്ള മനോഭാവം വളർത്തുക. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രമിക്കണം. ആ പിന്തുടർച്ച ആത്മവിശ്വാസം വളർത്തും. നെക്സ്റ്റ്, നല്ലത് വായിക്കുക, അറിയുക. ഇതൊക്കെയാണ് കോൺഫിഡൻസ് ഉണ്ടാകാനുള്ള ടിപ്സ് പറയാം. മാം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കോഴ്സിന് ചേർന്ന പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറെ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് കോൺഫിഡൻസിനെ കൂടുതലായിട്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് സംസാരിക്കുമ്പോൾ. ഞാനിങ്ങനെ ഒന്നും സംസാരിക്കാൻ അറിയില്ലാത്ത ആളാണ്. ഞാൻ എൻ്റെ സ്വന്തം ഞാനൊരു ഗൂഗിളിൽ നോക്കാണ്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കര തെറ്റുണ്ടായിരുന്നു, ഒത്തിരി തെറ്റ്. അത് മാമിന് മനസ്സിലായിട്ടുണ്ടാവും. ഗ്രാമർ മിസ്റ്റേക്കും പിന്നെ കുറെ എൻ്റെ സ്വന്തം വേർഡ്സിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞ് കറക്റ്റായിട്ട് 2 വേർഡ് ഇംഗ്ലീഷിൽ പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ ക്ലാസ്സിൽ വന്ന മാമിൻ്റെയൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫ്രണ്ട്സും മാമ്മാരും എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലാസ് നന്നായിട്ട് പറഞ്ഞിരുന്നോണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, ഒരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. താങ്ക് യു മാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നറിയാം. ആദ്യമായിട്ട് ഇത്ര കുറെ സംസാരിച്ചു. ഇതിലെ മിസ്റ്റേക്സ് ഒന്നും നോക്കുന്നില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇത്രയും പേര് ക്ലാസ്സിൽ സംസാരിച്ചു, ആരെങ്കിലും മിസ്റ്റേക്ക് നോക്കിയിരുന്നോ? നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയും, പക്ഷെ എന്നാൽ നിങ്ങൾ മിസ്റ്റേക്ക് നോക്കിയിരുന്നോ ആരെങ്കിലും?
അല്ല മാം നന്നായിട്ട് അറിയാലോ, അപ്പൊ ഞങ്ങള് സംസാരിച്ചാലുള്ള മിസ്റ്റേക്ക് ഉണ്ട് മാം പറഞ്ഞു തരണം. ഒരിക്കലില്ല കേട്ടോ, മിസ്റ്റേക്ക് നമ്മൾ നോക്കില്ല, നമുക്ക് അത് കൺവേ ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ അത് കറക്റ്റ് ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്യാൻ ആളുടെ ആവശ്യമില്ല ശരിക്കും, മനസ്സിലായോ? ലൈഫ് അങ്ങനെയാണ്, നമ്മളെല്ലാം പഠിക്കുന്നതാണ്, എക്സ്പീരിയൻസിൽ നിന്നാണ് എല്ലാം പഠിക്കുക. ഓക്കെ, കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അപ്പൊ ഞാൻ ഇപ്പോ നിങ്ങൾ സംസാരിച്ചു, അയ്യോ അത് അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഇടയ്ക്ക് പറയാണ്, അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയാണ്, ആ ഒരു ഫ്ലോയേ പോകും അല്ലെ. പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, പേടിയായിരിക്കും മിസ്റ്റേക്കിന് വേണ്ടി പറയില്ല നിങ്ങള്. അതേപോലെ കേട്ടിരിക്കുക, നമുക്ക് കേൾക്കാൻ ആരുമില്ല അല്ലെ, പൊതുവെ കേട്ടിരിക്കാൻ ആളെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട്. സത്യമാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം കേട്ടിരിക്കുക. മിസ്റ്റേക്സ് അല്ല ഇമ്പോർട്ടന്റ്, അത് പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യമാണ്. ഓക്കെ, ആ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു മിസ്റ്റേക്കും നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിട്ടാ. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഒരുപാട് അല്ലെ, വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതാണ്, എക്സാമ്പിൾ എടുക്കുന്നതാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ടോപ്പിക് എക്സാമ്പിൾ ആണ്, വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. പേടിച്ച് 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 പറയാതിരിക്കുക. എന്താണ് മിസ്റ്റേക്ക് വരും എന്നൊരു പേടി, കറക്റ്റ് ചെയ്യാൻ ആരെങ്കിലും കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷ, ഇതൊക്കെയാണ് ഇത്രയും നാളെ ഇവിടെ വരുത്തിച്ചത്. പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ആരും വന്നിട്ടില്ല, സംസാരിക്കാൻ ആരെയും കിട്ടിയിട്ടില്ല അല്ലെ. മിസ്റ്റേക്ക് വരുന്നൊരു പേടി മാറിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, എന്താണ് റീസൺ നിങ്ങൾക്ക് അറിയോ? കോൺഫിഡൻസ്. അതാണ്. തെറ്റിയാലും നിങ്ങൾക്ക് പറയാൻ പറ്റും, പറഞ്ഞാലും തെറ്റിയാലും മിസ് ഞങ്ങളൊന്നും പറയില്ല, മിസ് അത് മൈൻഡ് ചെയ്യുന്നില്ല, ആ ഒരു ധൈര്യം നിങ്ങൾക്ക് നല്ലോണം ഉണ്ട് ഇല്ലേ? അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും സംസാരിക്കില്ല. അതിപ്പോ ഞാനാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. അയ്യോ പറയുന്ന ഓരോ വേർഡ് കറക്റ്റ് ചെയ്യാണ്, അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ തെറ്റാണ്, ഇനി അങ്ങോട്ട് പറഞ്ഞാലും തെറ്റെന്നെങ്കിലും വരാം. അതൊരു ഉള്ളിൽ നമുക്കൊരു, അത് നമ്മള് മനഃപൂർവ്വം ഉണ്ടാക്കുന്നല്ല ഒരു പേടി, നമ്മുടെ ഉള്ളിൽ അത് വരുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്നതാണ്. അങ്ങനെ വരരുത്. നിങ്ങൾ പറഞ്ഞ് തെറ്റുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം, പക്ഷെ നിങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക, പിന്നെ ഒരിക്കലും തെറ്റ് വരില്ല. കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇനി ഒരാളും കൂടെ ഉണ്ട്, നസീറ അറിയോ? Thank you all for talking about confidence in adults. This is very interesting and important and useful. And then I talk about some words for confidence. Confidence is belief in oneself, in one's abilities and in one's worth. It is not about being perfect, but about trusting that you can handle challenges, learn from mistakes and grow stronger. ആത്മവിശ്വാസം എന്നത് സ്വന്തം കഴിവുകളിലും സ്വന്തം മൂല്യത്തിലുമുള്ള ഉറച്ച വിശ്വാസമാണ്. ഇത് പൂർണ്ണതയെക്കുറിച്ചല്ല, മറിച്ച് എന്ത് വെല്ലുവിളിയും നേരിടാം, പിഴവുകളിൽ നിന്ന് പഠിക്കാം, മുന്നോട്ട് പോകാം എന്ന ധാരണ മാത്രമാണ്. A confident person is not arrogant. Instead, they are calm and balanced and sure of themselves. ആത്മവിശ്വാസമുള്ളവർ അഹങ്കാരികളല്ല, പക്ഷെ അവർ ശാന്തരും സ്വയം ഉറപ്പുള്ളവരുമാണ്. പിന്നെ കോൺഫിഡൻസ് ഇസ് ടു ടൈപ്പ്, ഇന്നർ കോൺഫിഡൻസും സോഷ്യൽ കോൺഫിഡൻസും ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് കോൺഫിഡൻസിന്. ഇന്നർ കോൺഫിഡൻസ് ഈസ് ദി ക്വയറ്റ് ബിലീഫ് ഇൻസൈഡ് യുവർ ദാറ്റ് സേ ഐ ക്യാൻ ഡു ദിസ്. ആന്തരാത്മവിശ്വാസം എന്നത് ഉള്ളിൽ നിന്നുള്ള എനിക്ക് കഴിയും എന്ന ഒരു ഉറപ്പ് മാത്രമാണ്. സാമൂഹിക കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു എക്സ്പ്രസ് യുവർ സെൽഫ് വിതൗട്ട് ഫിയർ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. അതായത് സാമൂഹികമായിട്ട് നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഭയം കൂടാതെ സ്വയം പ്രകടിപ്പിക്കാനുള്ള കഴിവ്. ഇതാണ് എനിക്കില്ലാത്തത് മിസ്സേ. മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ് നമുക്കൊരു പേടിയില്ലാതെ സംസാരിക്കാനുള്ള ഒരു വിഷയത്തെ കുറിച്ച് പറയാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. ബട്ട് ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് മെച്ചേർഡ് ആയ ഒരിത്തിരിയും കൂടി ഒന്ന് ഇതായെന്ന് തോന്നുന്നു. എന്നാലും അതുകൊണ്ടാണ് കുറച്ചെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കോൺഫിഡൻസ് ഈസ് ബിൽഡ് ത്രൂ സ്മോൾ അച്ചീവ്മെന്റ്, സെൽഫ് ആൻഡ് പോസിറ്റീവ് തിങ്കിങ്. ഇറ്റ് ഹെൽപ്സ് യു ഫേസ് difficulties, take opportunities and shine in life. ചെറു വിജയങ്ങളും സ്വയം അംഗീകരിക്കലും പോസിറ്റീവ് ചിന്തകളും എന്നിവ ആത്മവിശ്വാസം വളർത്തുന്ന ഒരു വഴിയാണ്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നേരിടാനും അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനും കഴിയും. താങ്ക് യു ഓൾ. ഓക്കെ,
സോ ബിലീവ് യുവർ സെൽഫ് ആൻഡ് യുവർ എബിലിറ്റീസ്. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. നിങ്ങൾ തന്നെ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ. പിന്നെ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക, നെഗറ്റീവ്സ് ഒന്നും ചിന്തിക്കണ്ട. നെഗറ്റീവ് ചിന്തിച്ചാല് ഒരു ഉപകാരവും ഇല്ല. ഓക്കെ. എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ. ഒറ്റക്കാണെങ്കിൽ നമ്മൾ ഒറ്റക്കാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യേണ്ട, എല്ലാ കാര്യങ്ങളും അറിയണം. ഇപ്പൊ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞല്ലേ, ഹസ്ബൻഡ് എന്താ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം എന്താണെന്ന് അറിയാം. എന്നെയും പിന്നെ ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒറ്റയ്ക്കെല്ലാം ചെയ്ത് പഠിക്കണം അല്ലെ, എല്ലാം അറിയണം, എല്ലാ കാര്യങ്ങളും അറിയണം. അവർ അങ്ങനെയൊക്കെ തന്നെയല്ലേ ആയത്. അവർക്കും ഹസ്ബൻഡ് കോൺഫിഡന്റ് ആകാൻ കാരണം എന്താ? ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു, ഒരുപാട് ആളുകളുടെ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ഓട്ടോമാറ്റിക്കലി വന്ന കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ലൈഫിൽ വരണം അല്ലെ. ഫ്രണ്ട്സ് സർക്കിളൊക്കെ നമ്മൾ വളരെ കുറവാണ്. നമ്മൾ പൊതുവെ പുറത്തു പോയിട്ട് ഇങ്ങനെ നമ്മള് സംസാരിക്കാറില്ല. അങ്ങനെയൊന്നും ആവരുത്. എല്ലാവരോടും നമ്മൾ നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ നോക്കാം. ഓക്കെ. ദെൻ എന്താണ്, സെൽഫ് കോൺഫിഡൻസ് ഇസ് സൂപ്പർ പവർ എന്ന് പറയും അല്ലെ. സൂപ്പർ പവർ ആണ് ശരിക്കും. വൺസ് യു സ്റ്റാർട്ട് ടു ബിലീവ്, എന്താ ഉണ്ടാവുക? മിറാക്കിൾ അല്ലെങ്കിൽ മാജിക് സ്റ്റാർട്ട്സ് ഹാപ്പനിങ്. ഓക്കെ. യു ക്യാൻ ഫീൽ ഇറ്റ്. അങ്ങനെയാണ്. സൂപ്പർ പവർ ആണ് ശരിക്കും കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ സന്തോഷം ഉണ്ടാകും. ഫുൾ നമ്മൾ ഹാപ്പി ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് എനർജി ആയിരിക്കും. നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടും. മനസ്സിലായോ? അങ്ങനെ ആവാൻ നോക്കാം. ഒരിക്കലും നെഗറ്റീവ് ആവരുത് ആരും. ഓക്കെ. ഇപ്പോ കുറച്ച് പേരൊക്കെ ഈ ക്ലാസ്സിൽ ആദ്യം ഞാൻ മീറ്റ് ചെയ്ത സ്റ്റുഡൻസ് അല്ല ഇപ്പൊ നിങ്ങൾ എല്ലാവരും മാറി. പക്ഷെ കുറച്ചുപേരും ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കോൺവെക്കേഷൻ ആകുമ്പോ, ഇനി നിങ്ങൾ കോൺവെക്കേഷൻ വരുന്ന ടൈമിൽ എല്ലാവരും സ്റ്റേജിൽ നിന്ന് സംസാരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സ്റ്റേജിൽ നിന്ന് സംസാരിക്കും. നിങ്ങൾക്ക് വന്ന ലൈഫിൽ വന്ന മാറ്റങ്ങൾ, കോഴ്സിൽ ചേർന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എല്ലാം നിങ്ങൾക്ക് പറയാം. അതെല്ലാം നിങ്ങൾ സംസാരിക്കും, ഷുവറാണ്. കാരണം ഇത്രയും നിങ്ങൾ മാറിയെങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിയുമ്പോഴൊക്കെ നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് തന്നെ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാതായിരിക്കാം. അത്രത്തോളം നിങ്ങൾ മാറുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ. അതിനൊരു ചെറിയ താങ്ക് യു എന്നോട് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറയുന്നത് സോറി പറയുന്നുണ്ട്, താങ്ക് യു പറയുന്നുണ്ട്. ഇംപ്രൂവ്മെന്റ് പുറകില് 4 മാംമാരാ, 4 പേരും സൂപ്പർ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങൾ കാരണം നിങ്ങൾ ശരിക്കും എന്താ പറയാ, ടീച്ചേഴ്സ് ആണെങ്കിൽ ആസ് എ ടീച്ചർ നിങ്ങൾ എല്ലാവരും മക്കളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മക്കളാണ്. ഏജ് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ആസ് എ പ്രൊഫഷൻ കൊണ്ട് എനിക്ക് നിങ്ങൾ മക്കളാണ് എല്ലാവരും. എല്ലാവരെയും മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക, ലൈഫിൽ നല്ല രീതിയിൽ എത്തിക്കുക, അങ്ങനത്തെ ഉദ്ദേശം മാത്രമേ നിങ്ങൾ ടീച്ചേഴ്സിനുള്ളൂ. ഓക്കെ. അപ്പൊ ഒരിക്കലും നമ്മൾ പഠിച്ച ഒരു സാഹചര്യത്തിലൂടെ ഇനി വരരുത്. കാരണം ഇത്രയും നാളെ പഠിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. സോ ഇനി അങ്ങനെ ആവരുത്. ഓരോരുത്തരും ഇതുവരെ കോഴ്സസ് മാസ്റ്ററിയിൽ ജോലി ചെയ്യുന്നവരെ നിങ്ങൾ ആരായിരുന്നു, അതല്ല ഇനി നിങ്ങൾ. ആ മാറ്റം നിങ്ങൾക്ക് ഇപ്പോഴേ അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുപാട് മാറുന്നുണ്ട്. ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ. അതിന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് എല്ലാം സെറ്റ് ആക്കുക. പിന്നെ നമ്മൾ കോഴ്സ് പഠിക്കുന്നത് ഒരിക്കലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. അതാദ്യം മൈൻഡിൽ വെക്കുക. ഒരു സബ്ജക്റ്റിന് നിങ്ങൾ എക്സാം എഴുതി മാർക്ക് കുറവാണ്, കുറഞ്ഞോട്ടെ. ഓക്കെ. മാർക്കിലല്ല കാര്യം. നിങ്ങൾ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ഉണ്ടായി, അതിനാണ് കാര്യം, മാർക്കിലല്ല കേട്ടോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. എന്നും ഒന്നും നിങ്ങൾ മാർക്കിന് വേണ്ടി പഠിക്കാൻ പാടില്ല. ഓക്കെ. അല്ലാതെ മാർക്ക് അത് ഒരു വശത്താണ്. പക്ഷെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയണത്, ഒരു ഇംഗ്ലീഷിൽ ഒന്നും അറിയാത്തവരാണ് ഇതുവരെ. കുറച്ചു പേരൊന്നും ഒന്നും അറിയാത്തവരുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ വന്ന മിസ് ഒന്നും അറിയില്ല, ബിഗിനേഴ്സ് ആണ്, ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോ ഈ നിമിഷം നിങ്ങൾ എന്തെല്ലാം പഠിച്ചു അല്ലെ. ഇപ്പൊ ഒരു എക്സാം നടത്തി അത് അറിയണമെന്നുണ്ടോ? ഞാനിപ്പോ ഒരു എക്സാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തു, അതിൽ മാർക്ക് കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്. അതിൽ കാര്യമുണ്ടോ? എല്ലാവരും പഠിച്ച ഒരേപോലെ തന്നെയല്ലേ? എല്ലാവർക്കും കിട്ടിയ അറിവുകൾ ഒരേപോലെ തന്നെയല്ലേ? അതുകൊണ്ട് മാർക്കില് വലിയ കാര്യമൊന്നുമില്ല. അതെല്ലാവരും മനസ്സിലാക്കുക. കഴിഞ്ഞ എക്സാമിൽ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് എനിക്കത് പറയാൻ കാരണം. കഴിഞ്ഞ MBA കുറച്ച് എക്സാം കുറച്ച് ബാച്ച് കഴിഞ്ഞു, ഒരു എക്സാം ഉണ്ടായിരുന്നു, മാർക്കില്ല എന്ന് അവർ പറയുന്നേ. അവരെല്ലാവരും ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് പേപ്പർ ആണെങ്കിലും 100 പ്രതീക്ഷിച്ചതാണ്. മിസ്സേ ഞങ്ങൾക്ക് അത്രയും കിട്ടിയില്ല, ഞങ്ങൾക്ക് 92 ഉള്ളൂ, 94 ഉള്ളൂ. അതൊക്കെ ഒരു റീസൺ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ?
എന്നെ സംബന്ധിച്ചോളം 92, 90 above അല്ലെങ്കിൽ എത്രയും പാസ്സായത് തന്നെ വലിയ കാര്യമല്ലേ. നമ്മൾ ഒന്നും അറിയാത്തവർ അവിടെയും വരെ എത്തിയെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഞാൻ ആലോചിച്ച കാര്യമാണ് എല്ലാവരോടും പറയണം. കാരണം മാർക്കിന് വേണ്ടിയല്ല നിങ്ങൾ ഈ പഠിക്കേണ്ടത്. ഈ കോഴ്സ് ഒരിക്കലും നിങ്ങൾ മാർക്കിന് വേണ്ടി പഠിക്കരുത് കേട്ടോ. അതാ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ചിന്ത വരരുത്. അല്ലാതെ ഒരുപാട് ഞാൻ അവരോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പിന്നെ 100 തന്നെ വേണമെന്ന് പറയുന്നത് എന്താണ്? മിസ്റ്റേക്സ് വരില്ലേ, മനുഷ്യന്മാരല്ലേ അല്ലെ? ആ ടൈമിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആ ആൻസർ ആയിട്ട് തോന്നാം, അത് ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ പിന്നീട് അയ്യോ ഇതല്ലല്ലോ ഇതാണല്ലോ അങ്ങനെയും തോന്നാം, നമ്മുടെ മൈൻഡ് അല്ലേ. പക്ഷെ അത് അറിയില്ലെന്നല്ലോ അതിൽ വിചാരിക്കാം. അതൊക്കെ എല്ലാം അറിയാം, എല്ലാം പഠിക്കുന്നുണ്ട് നിങ്ങൾ. ആ ടൈമിലുള്ള ഒരു മൊമെന്റ് 1 hour നടക്കുന്ന ഒരു എക്സാം ആണ്. ആ മൊമെന്റിൽ നമുക്ക് എന്ത് തോന്നുന്നു, അതല്ലേ റിസൾട്ട് ആയിട്ട് വരാം. അതിനർത്ഥം നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ അറിയില്ലെന്നാണോ? അല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാർക്കിന് വേണ്ടി പഠിക്കരുത്. ഓക്കെ, മാർക്ക് കുറഞ്ഞാലും ആരും വിഷമിക്കരുത്. ഓക്കെ, ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ്. ഓരോ ക്ലാസ്സിൽ വരണം ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. 10:30 ആവാൻ നോക്കിയിരിക്കുവാ ഞങ്ങൾ എല്ലാവരും. സത്യം. ഇതിലേക്ക് ജോയിൻ ആയത് തന്നെ എനിക്കൊരു സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു നിലക്ക് മാത്രമാണ്. പക്ഷെ ഞാൻ ഇതിലേക്ക് ജോയിൻ ആയതിനു ശേഷം ഞാൻ ഈ ഒരു ക്ലാസ് മിസ് ഫസ്റ്റിൽ 2-3 പ്രാവശ്യം റെക്കോർഡ് ക്ലാസ് ആയി കണ്ടത്. അപ്പോഴൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പിന്നെ ഇത് റെക്കോർഡ് ക്ലാസ് അല്ലാതെ ലൈവ് ക്ലാസ്സിലേക്ക് കയറിയതിന് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു 10:30 ടൈം ആയ എന്റെ ഹസ്ബൻഡ് വരെ എന്നെ കളിയാക്കും. ഞാൻ ഇതിലേക്ക് പാഞ്ഞു വന്ന് ഇരിക്കാൻ ക്ലാസ് തുടങ്ങാനായെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും കളിയാക്കുകയായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അതുവരെ ഒരു ആക്ടിവിറ്റി ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. കഴിയുന്നെങ്കിൽ സംസാരിക്കുന്നത് ഒഴികെ ബാക്കി ഒരുവിധം ചെയ്യാൻ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റികളും ചെയ്യാനും ആക്കാനും ഒക്കെ ഞാൻ ഇരുന്ന് ചെയ്യുമ്പോൾ എന്നെ ഒരു മക്കളും ഹസ്ബൻഡൊക്കെ കളിയാക്കും. ചെറിയ മക്കൾക്ക് ചെയ്യുന്ന മാറ്റം ഓരോ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്റെ മക്കൾക്ക് ഞാൻ കുറേ ചെയ്ത് കൊടുത്തതാ. 4 ആളുണ്ട്, 4 ആൾക്കും ഞാൻ ചെയ്ത് കൊടുത്തതാണ്. പക്ഷെ അതിലൊക്കെ ഞാൻ ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയതാണ്. മാം എവിടെ പോയി? മാം ടൈം ആയപ്പം പോയതാവും. നമ്മളോട് പറയാണ്ട് പോവില്ല. നിങ്ങളോട് പറയാതെ ഞാൻ പോകുമോ? ഇല്ല. ഓക്കെ, പക്ഷെ നസീർ എന്താ പറഞ്ഞ? കോൺഫിഡൻസ് ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സംസാരിക്കുന്ന കേട്ടോ. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാതില്ല ഇങ്ങനെ സംസാരിക്കാൻ, എല്ലാരും ഇങ്ങനെ ഇതാക്കാനോ മിങ്കിൾ ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ ഒരു വിഷയം എന്നെ കൈമ തന്നിട്ട് എന്നോട് ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞാലേ ഉള്ളൂ. സ്റ്റേജിൽ കയറി മറ്റുള്ളവരുടെ മുന്നിൽ, അതായത് സഭാകമ്പം എന്നൊക്കെ പറയില്ല നമ്മള്, ആ ഒരു ഇതേ ഉള്ളൂ എനിക്ക്. ബാക്കിയുള്ള ഞാൻ ഇവിടെ എല്ലാത്തിനും ആക്റ്റീവ്. എല്ലാവർക്കും ഇന്നാളെ മുന്നിൽ നിർത്താം. ഇപ്പൊ ഒരു മീറ്റിംഗ്, മക്കളെ 4 ആളെ മീറ്റിങ്ങിന് ഞാനാ പോകുന്നതെങ്കിൽ കൂടി ഫസ്റ്റിലൊന്നും ഞാനൊന്നും നീറ്റ് സംസാരിക്കാനോ ഒന്നും ഞാൻ നിൽക്കാറില്ല. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പോരാ, അത്രേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോ ഞാന് നമ്മളെ ആവശ്യങ്ങൾ അവിടെ പറയാന് ഏകദേശം കുറച്ചൊക്കെ ഞാൻ നീറ്റിന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതേമാതിരി അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഇതാണ് ഇന്ന ഫോക്കസ് ചെയ്യുമ്പോഴുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ. അതൊക്കെ മാറും കേട്ടോ. പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിപ്പോ നമ്മൾ മോണ്ടിസോറി പഠിക്കുന്നത് സബ്ജക്ട് വൈസ് മാത്രമല്ല അല്ലെ? ശരിയല്ലേ? ഓരോ ടീച്ചേഴ്സും സബ്ജക്ട് വൈസ് മാത്രമല്ല ക്ലാസ് എടുക്കുക. ഇപ്പൊ ഞാൻ തന്നെ ഇംഗ്ലീഷ് എന്റെ സബ്ജക്റ്റിൽ ഞാൻ ഇപ്പൊ എടുക്കുന്ന സബ്ജക്റ്റ് ആണോ? അല്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ടീച്ചറാണ്, എല്ലാവരും ടീച്ചറാണ്. ടീച്ചർക്ക് ഒരിക്കലും സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമല്ല നോളജ് വേണ്ടത് അല്ലെ? ഞങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഒത്തിരി. കാരണം നമ്മള് ടീച്ചർ എന്ന നിലയിൽ നമ്മളെ തന്നെ ഒരുപാട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ എന്നെ ആണെങ്കിലും നിങ്ങൾ എന്നെ നോക്കുന്നത്, ഞാൻ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം മേ ബി അല്ലെ? നിങ്ങൾ എന്നെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഓരോ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതേപോലെ ആവണം എല്ലാവരും. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് നിങ്ങളെ തന്നെയല്ലേ നോക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു എന്താണ് വേറെ ഒരു പോസിറ്റീവ് നെഗറ്റീവായിട്ട് അവർക്കൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പറയുന്ന കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ടീച്ചറാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ തന്നെ വേണം. അപ്പൊ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നോളജ് നമുക്ക് അത്യാവശ്യം നമ്മൾ ഇംപ്രൂവ് ചെയ്തെടുക്കേണ്ട ഒന്നാണ്, ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒന്നാണ്. അതിന് മാക്സിമം നിങ്ങൾ എന്താണ് എക്സ്പ്ലോർ ചെയ്യാറ്, പുറത്തിറങ്ങിയാണെങ്കിലും അല്ലെങ്കിൽ ബുക്സ് വായിച്ചാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്യുക, റെഫർ ചെയ്യുക, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ. പിന്നെ എല്ലാവരും പറഞ്ഞു നമ്മള് സഭാഗമം. ഇപ്പോ നസീറ പറഞ്ഞു
നമ്മൾ നോക്കുന്ന ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മൾ ബസ്സിൽ പോവാണെന്ന് വിചാരിക്കും, നമ്മൾ വയസ്സിന് മൂത്തൊരു ആരെങ്കിലും ബസ്സിൽ കയറി എന്ന് വിചാരിച്ചേ, ആരെങ്കിലും എണീറ്റ് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടിയായിട്ട് വന്നാലും എണീക്കാൻ ഒരു മടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പൊതുവെ എല്ലാവർക്കും ഒരു മടിയാണ്. എന്താണ് ഇപ്പൊ എന്നെ എല്ലാവരും നോക്കുമെന്ന് വിചാരിച്ചതാണെന്നറിയോ, സഹായമാണ് ശരിക്കും. അത് ചെയ്യാൻ എല്ലാവർക്കും പൊതുവെ മടിയാണ്. അങ്ങനെ മടിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെ? എണീറ്റ് കൊടുത്തെന്ന് പറഞ്ഞു അതൊക്കെ നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതുപോലെ എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഒരാളെ സഹായിക്കണം എന്ന് നമ്മുടെ ഉള്ളിൽ വേണമല്ലോ. ചേച്ചി എന്തോട് പറഞ്ഞത് അല്ലെ? ഇപ്പോ എന്തെങ്കിലും പറ്റില്ല, അല്ലെ നടന്നു പോയപ്പോ ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും കവറിൽ എന്തെങ്കിലും വീണെന്ന് വിചാരിക്കും, നമ്മുടെ മനസ്സിലുണ്ടാവും അയ്യോ എടുത്ത് കൊടുക്കണമല്ലോ എന്നുണ്ടാവും. പക്ഷെ നമ്മൾ എടുത്ത് കൊടുക്കില്ല. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ നമുക്കൊരു എന്താണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ, എല്ലാവരും നമ്മൾ നോക്കുമോ, നമ്മൾ സഹായിച്ചാല് അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ ആരെങ്കിലും അത് സഹായിച്ചു പോയിട്ടുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് ആരെന്ത് വിചാരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണ്ട കേട്ടോ. നമുക്ക് നല്ലതാണോ, നമുക്ക് കറക്റ്റ് ആണോ നമ്മൾ ചിന്തിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആളെന്ത് വിചാരിക്കുക, ആ ഒരു തോട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അത് മാറ്റാം. അത് മാറിയാൽ തന്നെ ഈ പറയുന്ന സഭാകമ്പാണെങ്കിൽ എല്ലാം മാറും. നമ്മൾ ഫോക്കസ് ചെയ്തോട്ടെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കാനാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ ഫോക്കസ് ചെയ്യാണ്. പക്ഷെ ആ ടൈമിൽ ഞാൻ പിടിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ എന്നെ നോക്കുന്നത് എന്താണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ്. അതിന് അല്ലാതെ ഞാൻ പറയുന്ന മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ മിസ് പറയുന്നത് തെറ്റാണ്, എന്തൊക്കെയാണ് മിസ് പറയുന്നത്, ആ രീതിയിലല്ല നിങ്ങൾ എന്നെ നോക്കുന്നത്. കേൾക്കുന്നതാണ്, കേട്ടിരിക്കുകയാണ്, വേറെ ഒന്നുമില്ല അല്ലെ? അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് എടുക്കുന്നുണ്ട്, ബാക്കി റിജക്ട് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സംസാരിക്കുക, ആരുടെ മുന്നിലും ധൈര്യമായിട്ട് സംസാരിക്കാൻ നോക്കുക. എല്ലാവർക്കും അവരുടേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഓക്കെ, അത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെയല്ല നിങ്ങൾ എല്ലാവരും സംസാരിക്കുക, ഡിഫറെന്റ് ആണ്. അത് കേൾക്കാൻ രസമാണ്. ഓക്കെ, ഏതോ ഒരു ക്ലാസ്സിൽ, ഏത് ക്ലാസ് ആണെന്ന് ഓർമ്മയില്ല, ലാംഗ്വേജ് കാസർഗോഡ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മിസ് ഞാൻ സംസാരിക്കാത്തത്. എന്റെ ലാംഗ്വേജ് നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുമെന്ന് വിചാരിക്കും, അങ്ങനെ ചിന്തിച്ചിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ആ ലാംഗ്വേജ് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മുടെ ക്ലാസ്സിൽ യെസ് മാം, നമ്മളെ ക്ലാസ്സിലുണ്ട്. ഈ ക്ലാസ്സിൽ ആളെവിടെ ഉണ്ടോ? മറിയമ്മ. അതെ, എനിക്കിപ്പോഴും ഓർമ്മയില്ല പറഞ്ഞത്. പക്ഷെ നല്ല രസമാണ് അത് കേൾക്കാൻ. ഓക്കെ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ, മണ്ടത്തരാണേ. കാര്യം പറഞ്ഞോട്ടെ. സിൻസി പറയൂ. പറയൂ മിസ്സേ, എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അതെടുക്കണം മിസ്സുമാരെയും ഭയങ്കര പേടിയായിരുന്നു. ചെറുപ്പം തുടങ്ങി മിസ്സുമാർ ഭയങ്കരമായിട്ട് വഴക്കുറയുമല്ലോ ഇംഗ്ലീഷ് തെറ്റിക്കഴിഞ്ഞാല്. പക്ഷേ എനിക്കിപ്പോൾ മിസ്സിന്റെ ക്ലാസ്സിലാണ് ഞാൻ കൂടുതലായിട്ടും സംസാരിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ കോൺഫിഡൻസിനെ പറ്റി സംസാരിക്കാനും എനിക്ക് കോൺഫിഡൻറ്റ് തന്നത് മിസ്സിന്റെ ക്ലാസ്സിൽ കയറിയ പിന്നെയാണ്. അപ്പോൾ മിസ്സിന് ഒരു വലിയ താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ശ്രുതി ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ്, ശ്രുതി ഈ സബ്ജക്റ്റ് തന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിൽ ഓരോരുത്തർ എങ്ങനെ എന്തൊക്കെ പോയിന്റ്സ് പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ട് ഇരുന്നു. ശരിക്കും എന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മിസ്സിന്റെ ക്ലാസ് ബുധനാഴ്ചയാണല്ലോ, ഞാൻ ചൊവ്വാഴ്ച അത് ഞാൻ ട്രൈ ചെയ്യുള്ളൂ, എഴുതാൻ എടുക്കുള്ളൂ. പക്ഷെ ശ്രുതി അതിക്ക് മുമ്പ് തന്നെ ശ്രുതി ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് എന്തൊക്കെ പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇന്ന് ക്ലാസ്സിൽ സംസാരിക്കാൻ പറ്റിയത്. അപ്പൊ മിസ്സിനും ശ്രുതിക്കും ഒരു വലിയ താങ്ക്സ്. ബുധനാഴ്ച ക്ലാസ് എന്ന് വിചാരിച്ച എല്ലാവരും പ്രിപ്പയർ ചെയ്യില്ല. പക്ഷെ ശ്രുതി നേരത്തെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ നേരത്തെ ചെയ്തതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് എന്നെ എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാന്ന് ശ്രുതിക്ക് അറിയാം. അതുകൊണ്ടാണ്. പിന്നെന്താണ്, നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾക്ക് കാരണം ഞങ്ങൾ ഒരു നിമിത്തമാണെന്ന് മാത്രം. ഓക്കെ, അത് നിങ്ങള് അത് അക്സെപ്റ്റ് ചെയ്യാനും അത് ഇംപ്രൂവ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റം വന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റും ഞങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് അതിനൊരു മനസ്സുണ്ട്. പിന്നെ ഇംഗ്ലീഷിനെ കുറിച്ച് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, എല്ലാവർക്കും പേടിയാണ് എന്നൊക്കെ കഴിഞ്ഞ MP സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു പോയി. പേടിയായിരുന്നു, ആ പേടി മാറ്റിയത് ഞാനാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സോ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഈ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാം. കുറച്ചു പേരും കൂടെ സംസാരിക്കാനുണ്ട്. ശ്രുതി ഒന്ന് നോട്ട് ചെയ്യാം, കുറച്ചു പേരോടൊക്കെ സംസാരിക്കാനുണ്ട്. സംസാരിപ്പിക്കാം.
ഓക്കെ, Sure, എനിക്ക് ma'am. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം, എപ്പോ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. Thank you, ma'am. പറയണേ. Okay, Okay. Have a good day. Tula, and it's my privilege to deliver the session of today's class. Today we discuss about the topic സൗണ്ടിലും പറയൂ, കേൾക്കുന്നില്ല. Today we discussed about the topic confidence. All my matchmates talk about the topic very well. And dedication, and I would also like to thank all batchmates for the active participation. Thank you. Have a good day. കഴിഞ്ഞോ? കഴിഞ്ഞോ? കേൾക്കുന്നില്ല. നമുക്ക് ആൾറെഡി ഫുള്ളി സൗണ്ട് കുറവാണ് മാം. ആണല്ലേ? ഓക്കെ ഓക്കെ. സോ താങ്ക് യു ഓൾ. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം.